Hi all everyone, it's me Rahul. Welcome to my Trend FX my YouTube channel. First, I sorry for the late video because last Friday മുതൽ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, some personal things, and Friday also I'm not active in my group too. Okay, because but last വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് ലാസ്റ്റ് വീഡിയോ ലെവൽസ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് അപ് ടു ദിസ് ലെവൽ അല്ല, കറക്റ്റ് ഈ ലെവൽ തന്നെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലെവൽ വരെ മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ആൻഡ് വി ഡ്രോഡ് ദിസ് വൺ, ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് ഈ ഒരു ഹൈയുടെ മുകളിൽ 24,300 മുകളിൽ, ഈ ഒരു സിംഗ് ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സിംഗ് ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് ട്രേഡ് എടുക്കാം. അതല്ല ഈ ലോയുടെ താഴെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമ്മുടെ ട്രേഡ് താഴോട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എങ്ങനെയാണോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് അതുപോലെ തന്നെ സൂപ്പറായിട്ട് മൂവ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീക്കിൻ്റെ അനാലിസിസ്. ഓക്കെ, ആൻഡ് ബിഫോർ ദ വീക്ക് നമ്മൾ ചെയ്തു എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ വി ക്യാൻ എക്സ്പെക്റ്റ് എ ഡൗൺഫാൾ, നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ എല്ലാം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ദ പ്യുവർ പ്രൈസ് ആക്ഷൻ ഇസ് ഫാൾ അപ് ടു 400 പോയിൻറ്റ്സ് ബിൽ വീണിട്ടുണ്ട് മുകളിൽ നിന്ന് ദിസ് ഹൈസ് നിന്ന്. സോ അപ്പോൾ നമ്മൾ നാളത്തെ നമ്മുടെ പ്ലാൻ എന്തായിരിക്കും നോക്കിക്കഴിഞ്ഞാൽ, നാളെ നമുക്കൊരു മുകളിലോട്ടൊരു ട്രേഡ് വരണമെങ്കിൽ മാർക്കറ്റ്, അതായത് അപ്പ് സൈഡിലോട്ട് ട്രേഡ് വരണമെങ്കിൽ നമ്മുടെ മാർക്കറ്റ് 24,000 മുകളിൽ ഹോൾഡ് ചെയ്യണം. എന്താണ് 24,000 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്കിനി ഒരു അപ്സൈഡ് ട്രേഡ് വരത്തുള്ളൂ. ദിസ് ഈസ് അവർ മേജർ റെസിസ്റ്റൻസ്. ഓക്കെ, ദിസ് ഈസ് അവർ മേജർ റെസിസ്റ്റൻസ് 24,000 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രേഡ് വരത്തുള്ളൂ. ആൻഡ് ദിസ് ട്രെൻഡ് ലൈൻ ഷുഡ് ബി ബ്രേക്ക്. ഓക്കെ, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലും മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം. സോ ഈ മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് എ ഷോർട്ട് അപ്പ് മൂവ് അപ് ടു ഫസ്റ്റ് ടാർഗറ്റ് 24,174, സെക്കൻഡ് ടാർഗറ്റ് 24,300, തേർഡ് ടാർഗറ്റ് 24,400. സോ ഈ ഒരു സിംഗ് ഹൈ നമുക്കൊരു ടാർഗറ്റായിട്ട് എടുക്കാം. ആൻഡ് നമ്മുടെ മുകളിലെ ഈ ഒരു 24,400 നമുക്കൊരു ടാർഗറ്റായിട്ട് എടുക്കാം. സോ ഇതാണ് നമ്മുടെ നാളത്തെ മുകളിലോട്ടുള്ള എക്സ്പെക്റ്റേഷൻ. ഓക്കെ, അതെല്ലാം മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ചെയ്തു, ചെറിയ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ വി ക്യാൻ എക്സ്പെക്റ്റ് എ ഫാൾ അപ് ടു 23,586. ഓക്കെ, പിന്നെയും നമുക്ക് താഴോട്ടൊരു ഫാൾ കാണാൻ കഴിയും. തുടർന്നോട്ട് ലെവൽസ് 23,400, 23,300, 161 ഇങ്ങനെ താഴോട്ട് ഒരു മേജർ ഫാൾ പിന്നെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, സോ ബട്ട് മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം. ആൻഡ് ഈ ട്രെൻഡ് ലൈൻ്റെ ഉള്ളിൽ കൂടെ തന്നെ താഴോട്ട് വരണം. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വീഴുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രേഡ് ഉണ്ടാവുള്ളൂ. അതെല്ലാം മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. നമുക്ക് ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. സോ ദിസ് ലെവൽ ബിഫോർ ബിറ്റ്വീൻ 24,000 ആൻഡ് 23,816 ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഏത് സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് ട്രേഡ് പോകാം. ഓക്കെ, ആസ് പെർ നൗ ഗിഫ്റ്റ് നിഫ്റ്റി ഈസ് മൈനർ അപ്പ്, ബട്ട് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേ അറിയുള്ളൂ ഗിഫ്റ്റ് നിഫ്റ്റി ഗ്യാപ്പ് അപ്പിലാണോ ഗ്യാപ്പ് ഡൗണിലാണോ. സോ ഗ്യാപ്പ് അപ്പിലാണെങ്കിലും 24,000 മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 24,000 സൈക്കോളജിക്കൽ ലെവൽ. സോ അതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് എ അപ്പ് മൂവ്. സോ വി ക്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് 15 to 20 മിനിറ്റ്സ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ. സോ ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. സോ ഫസ്റ്റ് ക്യാൻഡിൽ ലൈക്ക് ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിലാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ റേഞ്ചിനുള്ളിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് സെല്ല് തന്നെ ചെയ്യാം. അതല്ല ഇതേപോലെയൊക്കെ ഒരു സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ ലൈക്ക് ദിസ് ക്യാൻഡിൽ, ഓക്കെ, ഇതേപോലെയൊക്കെ ഒരു ബൈയിങ് ക്യാൻഡിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ഒരു ബൈയിങ് ക്യാൻഡിൽ വരികയാണെങ്കിൽ ലൈക്ക് ദിസ് ക്യാൻഡിൽ ഒരു ഹെൽത്തി ക്യാൻഡിലവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മുകളിലോട്ട് തന്നെ ട്രേഡ് ചെയ്യാം. ബട്ട് 24,000 ഇസ് എ മേജർ റെസിസ്റ്റൻസ് സൈക്കോളജിക്കൽ ലെവൽ ഓൾസോ. സോ അതിൻ്റെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. സോ ഇതാണ് നാളത്തെ ലെവൽ. എബോവ് 24,000, 24,174, 24,300, 24,400 ആൻഡ് ബിലോ 23,816 താഴെ 23,711, 23,586, 23,500, 23,400 ഇതാണ് താഴോട്ടുള്ള ലെവൽസ്. ആൻഡ് സോ ഞാൻ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പെഷ്യൽ സ്വിംഗ് സ്റ്റോക്സ്, ഒരു വീക്കിലി സ്വിംഗ് സ്റ്റോക്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി
വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ വാച്ച് ദി സ്റ്റോക്സ്. ഞാൻ നാളെ നമ്മുടെ ഗ്രൂപ്പിൽ വിട്ടേക്കാം. ഇതുവരെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ നാക്ടോ ഫാർമ എബോവ് 1 ദിസ് ലെവൽ, എബോവ് 134, above 1134 we can expect a move up to the swing stock ആണ് up to 303. ഓക്കെ, ഒരു 300 പോയിൻറ്റ്സിൻ്റെ മൂവ് നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് 300 അല്ല 159 പോയിൻറ്റ്സിൻ്റെ ഒരു സ്വിംഗ് സ്റ്റോക്സ് ആണ് ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നാക്ടോ ഫാർമ ആഡ് യുവർ വാച്ച് ലിസ്റ്റ്. ആൻഡ് ദ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് ഇസ് എ വീക്ക്ലി ബ്രേക്ക്ഔട്ട് ആൻഡ് ദ സ്ട്രോങ് ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട് വർദ്ധമാൻ ടെക്സ്റ്റൈൽസിൽ. ആൻഡ് ദ ഗുഡ് വോളിയം, നല്ല വോളിയം ഉണ്ട് ഇതിനകത്ത്. സോ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് സെക്കൻഡ് സ്റ്റോക്ക് എബോവ് ദിസ് ഹൈ. ഓക്കെ, എബോവ് ദിസ് ഹൈ 600 മുകളിൽ 600 മുകളിൽ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് നമുക്ക് ഒരു സ്വിങ്ങിന് വേണ്ടി പരിഗണിക്കാം. ഒരു 10 to 15% ചിലപ്പോൾ മൂവ് ചെയ്യും. ഓക്കെ, പിന്നെയുള്ള നമുക്ക് കയ്യിലുള്ള ആന്ധ്ര ഷുഗർ. സോ ആന്ധ്ര ഷുഗർ ഇസ് എ ഗുഡ് വോളിയം ബിലോ. സോ ദിസ് സ്റ്റോക്ക് ഓൾസോ ഫോർ considered for swing. So above the day highs 900 മുകളിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അടുത്ത സ്വിംഗ് ഹൈ വരെ. സോ ആന്ധ്ര ഷുഗർ ഓൾസോ ആഡ് യുവർ വാച്ച് ലിസ്റ്റ്. ആൻഡ് അദാനി എനർജി സൊല്യൂഷൻസ് ലോങ് കൺസോൾട്ടേഷൻ ബ്രേക്ക്ഔട്ടാണ്, ലോ അക്യുമുലേഷൻ ബ്രേക്ക്ഔട്ടാണ്. ഇത് ഏകദേശം 2023 മുതലുള്ള ഒരു ഏരിയ ബ്രേക്ക്ഔട്ടാണ്. സോ വി ക്യാൻ എക്സ്പെക്റ്റ് എ ഗുഡ് മൂവ് അപ് ടു ദിസ് ഏരിയ. ഓക്കെ, ഇതൊരു നല്ല സ്റ്റോക്ക് ആയിരിക്കും. സോ യു ക്യാൻ ആഡ് അദാനി എനർജി സൊല്യൂഷൻ ഇൻ യുവർ വാച്ച് ലിസ്റ്റ്. ആൻഡ് ശ്രീജി ഷിപ്പിംഗ് ഗ്ലോബൽ ലിമിറ്റഡ് ദിസ് എ IPO ബേസ് സ്റ്റോക്ക്. ഇത് ഒരു IPOയുടെ ന്യൂ IPO സ്റ്റോക്കാണ്. സോ ഇത് സ്ട്രോങ് ബേസ് ഇൻ IPO. ഓക്കെ, ഒരു നല്ല സ്ട്രോങ് ആയിട്ടൊരു ബേസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു IPO ചാർട്ടാണ് ഈ കാണുന്നത്. സോ ശ്രീജി ഷിപ്പിംഗ് യു ക്യാൻ എൻട്രി അബോവ് 384 മുകളിൽ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കാം. Prudent Corporate Advisory Service Limited, this is also for a good stock for this week swing stocks. And PPL Pharma is also good volume with good breakout, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടും മുകളിൽ നിന്ന് വരുന്നുണ്ട്. സോ ഇത് വീക്ക്ലി ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടാണ് ഇതുള്ളത്. സോ ദിസ് ഈസ് ഓൾസോ ഗുഡ് സ്റ്റോക്ക്. ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ PPL ഫാർമ, HBL എഞ്ചിനീയറിംഗ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ട്രേഡ് ചെയ്തതാണ്. ആൻഡ് വൺ മോർ ട്രേഡ് അബോവ് ദിസ് ഹൈ 831. ആൻഡ് VBL ഞാൻ ആഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡ് അപ്പോൺ സീസൺ വരികയാണ്. നല്ല രീതിയിലുള്ള ക്വാർട്ടർലി റിസൾട്ടൊക്കെ നെക്സ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട് VBLന്. ബിക്കോസ് ദ ബിവറേജസ് നമ്മുടെ എല്ലാ കൂൾ ഡ്രിങ്ക്സും ഇവരാണ് നാട്ടിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ ദിസ് സ്റ്റോക്ക് ഓൾസോ ക്യാൻ മൂവ് അപ്പ് ടു ദിസ് ഹൈസ്. സോ ദിസ് എബോവ് 500 മുകളിൽ നമുക്കിതിനെ ആഡ് ചെയ്യാം. സോ നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കും. നാക്ടോ ഫാർമ, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, ആന്ധ്ര ഷുഗർ, വൺ സോഴ്സ് സ്പെഷ്യാലിറ്റി ഫാർമ, ഇത് ഞാൻ പറഞ്ഞില്ല. ദിസ് ഈസ് ഓൾസോ IPO സ്റ്റോക്ക്. ഇറ്റ്സ് എ ഗുഡ് ബേസ്മെൻറ്റ് ഫോർ IPO. സോ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ വി ക്യാൻ എക്സ്പെക്റ്റ് എ ഗുഡ് മൂവ്. ഓക്കെ, എബോവ് 1824. ഓക്കെ, 1824 1870 ഇതിൻ്റെ മുകളിൽ നമുക്ക് നോക്കാം. അദാനി എനർജി സൊല്യൂഷൻസ്, ശ്രീജി ഷിപ്പിംഗ് കമ്പനി, PPL ഫാർമ, HBL എഞ്ചിനീയറിംഗ്, VBL ബിവറേജസ്. ഓക്കെ, സോ ഇത്രയും സ്റ്റോക്സ് ആഡ് ചെയ്തിട്ട് എന്നിട്ട് സ്വിംഗ് എൻട്രീസ് നിങ്ങൾക്ക് സ്വിംഗ് എൻട്രീസ് നിങ്ങൾ വാച്ച് ചെയ്യുക. സോ ദിസ് ഈസ് അവർ സ്വിംഗ് സ്റ്റോക്സ്. ആൻഡ് നിഫ്റ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ഓൺലി ഫോർ എ എഡ്യൂക്കേഷണൽ പർപ്പസ്. ദിസ് ഈസ് നോട്ട് ഫോർ എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. പ്ലീസ് റിമെമ്പർ. സോ നാളെ മാർക്കറ്റിൽ കാണാം. സോ ബൈ, ഗുഡ് നൈറ്റ്.